ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത് യാത്ര മലയന്നൂരിലുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് അങ്ങോട്ടാണ്. നാഷണൽ ഡേയുടെ അന്ന് 52ാമത് നാഷണൽ ഡേ ഇല്ലായിരുന്നു. അന്നായിരുന്നു നമ്മൾ യാത്ര. ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് എത്തികാദ് റെയിൽവേയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടു. ഒരു തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. അയ്യോ എൻ്റെ പൊന്നേ മതി. ഞങ്ങൾ 2-2.5 മണിക്കൂർ എടുത്തു അവിടെ ചെല്ലാനായിട്ട്. പതുക്കെ ഒരു വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നു. പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രീ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പെയ്ഡ് പാർക്കിംഗ് ആയിരുന്നു. പെയ്ഡ് പാർക്കിംഗ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. 75 ദിറംസാണ് പെയ്ഡ് പാർക്കിങ്ങിന് മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു. വേറൊരു ലോകത്ത് വന്നത്. അവർ പുറമൊക്കെ അലങ്കരിച്ച് UAE പതാകയുടെ കളറൊക്കെ കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി. അങ്ങനെ നമ്മൾ എൻട്രൻസ് ക്യൂവിൻ്റെ വെച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത്, ഒരാൾക്ക് ടിക്കറ്റ് 10 ദിറംസാണ് വന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുമ്പോൾ വേറൊരു ലോകത്ത് ചെന്ന പോലെ എനിക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഒത്തിരി ആൾക്കാരൊക്കെ കണ്ടപ്പോൾ വേറെ സ്ഥലത്ത് ചെന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ റോഡ് ഓഫ് ചൈന എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ അതിനെ അകത്തോട്ട് കയറി. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റുകളുണ്ട്. അതിനകത്ത് ചായ, പിന്നെ പോപ്കോൺ, ഐസ്ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കടകൾ. അവിടെ ഇങ്ങനെ കുറച്ചു നേരം കറങ്ങി. അതിനുശേഷം ഇത്തിരി മുന്നോട്ട് പോയപ്പോൾ ഇത് സർക്കസിന് പരിപാടി. അങ്ങനെ അവിടുത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇത് കുതിര സവാരി. ഇവിടുത്തെ അൽഫോൺസിന്റെ കുതിര സവാരിയാണ് പിള്ളേർക്കൊക്കെ വേണ്ടിയുള്ള പരിപാടി. ഒരു 3-4 റൗണ്ട് അതിന് ചുറ്റി അവർ നടത്തുകയും അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഒട്ടകങ്ങൾ ഇങ്ങനെ 2-3 ഒട്ടകങ്ങളുണ്ട്. ഒട്ടക കുഞ്ഞുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഒട്ടകത്തിനൊക്കെ കണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ചൈനയുടെ പവലിയൻ കണ്ടത്. ചൈനയുടെ പവലിയൻ കയറിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അവിടെ മെയിനായിട്ടും ഡ്രസ്സ് ഐറ്റംസ് ഒക്കെയാണ് അവർ കണ്ടത്. ചൈനീസ് ഡ്രസ്സ് ഐറ്റംസ് ഇഷ്ടം പോലെ ആ മോഡൽ. എല്ലാ കടയിലും ഡ്രസ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ മാഗി ഐറ്റംസ്, അങ്ങനത്തെ അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നത് കട. അങ്ങനെ അതെല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് ചുറ്റിക്കറങ്ങി. അവിടെ ഒത്തിരി സ്റ്റോറൊന്നുമില്ല, കുഞ്ഞ് ഇതായിരുന്നു. അവിടെ നമ്മൾ നേരെ ഇറാൻ്റെ അടുത്തോട്ട് ഇറങ്ങി. ഇറാൻ്റെ മുകളിൽ ഇറാൻ വെച്ച് കുറച്ച് വലുതായിരുന്നു കേട്ടോ. ചൈന വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതായിരുന്നു. ഇറാൻ്റെ അകത്തോട്ട് കയറി. അവിടെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ, ചൈനക്കാളിലും തിരക്കുണ്ടായിരുന്നു ഇറാനിൽ. ഇവിടെ അവർ മെയിനായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ, അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ ഡ്രസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടേതായ പാരമ്പര്യത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ, പിന്നെ കത്തികളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ സ്റ്റേജൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അവിടെ. അവിടെ നിന്ന് വെച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഡ്രോയിങ് ഒക്കെ നടത്തുന്നതായിട്ടും കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇതുണ്ട് ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ആ ഡ്രസ്സുകൾ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഗാനമേള പ്രോഗ്രാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് തായ്ലാൻഡിൻ്റെ അടുത്തോട്ട് പോയി. തായ്ലാൻഡ് ഭവനാണ്. തായ്ലാൻഡ് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇറാൻ വെച്ച് നോക്കി, ഇറാനും ചൈനയും വെച്ച് നോക്കി തിരക്ക് കുറവായിരുന്നു. ഇവിടെ അവർ വിറ്റുകൊണ്ടിരുന്ന തായ്ലാൻഡ് ക്രീംസ്, പിന്നെ ഡ്രസ്സുകൾ, തായ്ലാൻഡ് ഫുഡ്, പിന്നെ തായ്ലാൻഡ് മസാജ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ മസാജ് സെൻ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നു. ഇത് മറ്റേ നമ്മുടെ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഇല്ല, അതുപോലെയൊക്കെ തന്നെ. അതിന് ചെറിയൊരു പകർപ്പ്. ഗ്ലോബൽ വില്ലേജ് പോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഗ്ലോബൽ വില്ലേജ് വേറൊരു സംഭവമാണ്. ഒരു ചെറിയൊരു സംഭവം, ഒരു മിനിയേച്ചർ പോലെ ഒരു കുഞ്ഞൊരു മോഡല്. അങ്ങനെ അതൊക്കെ കണ്ടു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡ്രോൺ ഷോ ഒക്കെ ഉണ്ട്. ഡ്രോൺ ഷോ, ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ഇനി അത് നമുക്ക് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു.
എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കാണേണ്ട കാഴ്ച. ഇത് റൺ ചെയ്ത ആൾക്കാരെ നമ്മൾ ഒരു എന്താ പറയുക സല്യൂട്ട് കൊടുക്കണം. അമ്മാതിരി ഷോ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ അവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത്. ഞങ്ങളിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് എല്ലാവരും കൈയൊക്കെ അടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്.